ഹായ് സ്റ്റുഡൻസ്, +1 കെമിസ്ട്രിയുടെ കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയാണ്. മോളിക്കുലാർ ഓർബിറ്റൽ തിയറി 1932 ഹണ്ടും റോബർട്ട് എസ് മുള്ളിക്കനും കൂടെ ഡെവലപ്പ് ചെയ്തതാണ്. Molecular orbital theory initially developed by Robert S. Mulliken. The bonding between atom is described. ഈ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയിലൂടെ നമുക്ക് ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ ഇറ്റ് ഹെൽപ്പ് പ്രെഡിക്റ്റ് മോളിക്കുലാർ പ്രോപ്പർട്ടീസ് സച്ച് ആസ് ഷേപ്പ്, മാഗ്നറ്റിസം, അതായത് ഡയാമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ അതാണ് മാഗ്നറ്റിസത്തിൽ പറയുന്നത്, ആൻഡ് ബോണ്ട് ഓർഡർ, മോളിക്യൂൾസിന്റെ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് എല്ലാം പ്രെഡിക്റ്റ് ചെയ്യാൻ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി വഴി സാധിച്ചു. നമുക്ക് എന്തൊക്കെയാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുടെ തിയറീസ് നോക്കാം. ദി ഇലക്ട്രോൺസ് ഇൻ എ മോളിക്യൂൾ ആർ പ്രസന്റ് ഇൻ ദ മോളിക്കുലാർ ഓർബിറ്റൽസ് ആസ് ദ ഇലക്ട്രോൺസ് ഓഫ് ആറ്റംസ് ആർ പ്രസന്റ് ഇൻ ദ വേരിയസ് ആറ്റോമിക് ഓർബിറ്റൽ. നമുക്കറിയാം, ആറ്റംസ് കൂടി ചേർന്നാണ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കുന്നത്. ആറ്റത്തിനകത്ത് ഇലക്ട്രോൺസ് നിൽക്കുന്നത് ആറ്റോമിക് ഓർബിറ്റിൽ ഉള്ള പോലെ തന്നെ മോളിക്യൂളിനകത്ത് ഇലക്ട്രോൺ നിൽക്കുന്നത് മോളിക്കുലാർ ഓർബിറ്റലിലാണെന്നാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി പറയുന്നത്. ദ ആറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് കമ്പാരബിൾ എനർജീസ് ആൻഡ് പ്രോപ്പർ സിമെട്രിക് കമ്പൈൻ ടു ഫോം മോളിക്കുലാർ ഓർബിറ്റൽസ്. മോളിക്കുലാർ ഓർബിറ്റൽസ് നിർമ്മിച്ചിരിക്കുന്നത് ആറ്റോമിക് ഓർബിറ്റൽസിൽ നിന്നുകൊണ്ടാണ്. ഈ ആറ്റോമിക് ഓർബിറ്റൽസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവയ്ക്ക് ഏകദേശം സിമിലർ എനർജിയും പ്രോപ്പർ സിമെട്രിയും ഉള്ളവർ തമ്മിലാണ് അവർ കമ്പൈൻ ചെയ്ത് മോളിക്കുലാർ ഓർബിറ്റൽസ് ആകുന്നത്. While an electron in an atomic orbital is influenced by one nucleus, in a molecular orbital it is influenced by two or more nuclei. ഇത്രയേ ഉള്ളൂ. ആറ്റത്തിനകത്ത് മോണോസെൻട്രിക് ആണ്, മോളിക്യൂളിനകത്ത് എന്താണ്, അത് പോളിസെൻട്രിക് ആണ്. കാരണം പല ആറ്റങ്ങൾ കൂടി ചേർന്നാണ് മോളിക്യൂൾസ് നിർമ്മിച്ചിരിക്കുന്നത്. The number of molecular orbitals formed is equal to the number of combining atomic orbitals. When two atomic orbitals combine, two molecular orbitals are formed. രണ്ട് ആറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുമ്പോൾ രണ്ട് മോളിക്കുലാർ ഓർബിറ്റൽ അവിടെ ഉണ്ടാകുന്നു. ഇതിന് സെയിം ആണ്. എത്ര നമ്പർ ആറ്റോമിക് ഓർബിറ്റൽ ഉണ്ടോ അത്രയും മോളിക്കുലാർ ഓർബിറ്റൽ തന്നെ ഉണ്ട്. നമ്മൾ ഇത് എവിടെയോടെ പഠിച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ സെയിം ടൈപ്പ് ഹൈബ്രിഡൈസേഷൻ നടത്തിയപ്പോൾ അല്ലെ. One is known as bonding molecular orbital, other is called anti-bonding molecular orbital. രണ്ട് ടൈപ്പ് മോളിക്കുലാർ ഓർബിറ്റൽ ആണുള്ളത്, ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും. The bonding molecular orbital has lower energy ഉള്ളതിനാണ് ഗ്രേറ്റസ്റ്റ് സ്റ്റെബിലിറ്റി. അന്നേരം മോളിക്കുലാർ ഓർബിറ്റലിന്, ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിന് ലോവർ എനർജിയാണ്, ആന്റി ബോണ്ടിങ്ങിന് ഹയർ എനർജിയാണുള്ളത്. Just as the electron probability distribution around a nucleus in an atom is given by an atomic orbital, the electron probability distribution around a group of nuclei in a molecule is governed by molecular orbital. Electron distribution molecular orbital കാണുന്നു. The molecular orbitals, like atomic orbitals, are filled in accordance with the Hofbauer principle, obeying Pauli's exclusion principle and Hund's rule. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആറ്റത്തിനകത്തെ പോലെ തന്നെ ആണ് ഇവിടെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. ഹോഫ്ബauer പ്രിൻസിപ്പിള്, ഹൺസ് റൂള്, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ഇവിടെ മോളിക്കുലാർ ഓർബിറ്റിനകത്തും ഇലക്ട്രോൺസ് വന്ന് നിറയുന്നത്. അതായത് ലോവർ എനർജി ഉള്ളിടത്ത് ആദ്യം വന്ന് ഇലക്ട്രോൺസ് നിറയുന്നു. മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുടെ പ്രിൻസിപ്പിൾസ്. ഇൻ മോളിക്യൂൾസ് ആറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ടു ഫോം മോളിക്കുലാർ ഓർബിറ്റൽസ് which surrounded the molecule. മോളിക്കുലാർ ഓർബിറ്റലിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും. മോളിക്കുലാർ ബോണ്ട്സ് ഹാവ് ലോവർ പൊട്ടൻഷ്യൽ എനർജി ദാൻ ഇൻ ആറ്റോമിക് ഓർബിറ്റൽ. അതായത് പേരന്റ് ആയിട്ടുള്ള ആറ്റോമിക് ഓർബിറ്റലിനേക്കാളും മോളിക്കുലാർ ബോണ്ട്സിനാണ് ലോവർ പൊട്ടൻഷ്യൽ എനർജി ഉള്ളത്. അതുകൊണ്ട് ഇലക്ട്രോൺസിന് എപ്പോഴും ഇഷ്ടം മോളിക്കുലാർ ബോണ്ടിൽ വന്നിരിക്കാനാണ് ആറ്റോമിക് ബോണ്ടിനകത്തിനേക്കാളും. മോളിക്കുലാർ ഓർബിറ്റൽ റിസൾട്ട് ഫ്രം ദ കോമ്പിനേഷൻ ഓഫ് ആറ്റോമിക് ഓർബിറ്റൽസ്. ആറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്ത് മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാകുന്നു. സിൻസ് ഓർബിറ്റൽസ് ആർ വേവ് ഫംഗ്ഷൻ, സൈ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സൈ വേവ് ഫംഗ്ഷൻ, they can combine either constructively forming a bonding molecular orbital, അതുപോലെ ഓർ ഡിസ്ട്രക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ ഫോമിങ്
ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. എന്താണ് ആന്റി ബോണ്ടിങ് എന്നർത്ഥം? ആന്റി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് എന്നാ. ബോണ്ടിങ്ങിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓർബിറ്റലിനെയാണ് ആന്റി ബോണ്ടിങ് ഓർബിറ്റൽ എന്ന് പറയുന്നത്, മോളിക്കുലാർ ഓർബിറ്റൽ. ഓക്കെ, അത് ഡിസ്ട്രക്റ്റീവ്ലിയാണ് അത് കണക്കാക്കുന്നത്. മോളിക്കുലാർ ഓർബിറ്റൽസിന്റെ റൂൾസ്: when two atomic orbital mix, two molecular orbitals will be produced. രണ്ട് ആറ്റോമിക് ഓർബിറ്റൽ കൂടിയാൽ രണ്ട് മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാകുന്നു. ഈച്ച് ഓർബിറ്റൽ ക്യാൻ ഹാവ് എ ടോട്ടൽ 2 ഇലക്ട്രോൺസ്. അതാണ് പോളീസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു മോളിക്കുലാർ ഓർബിറ്റിനകത്ത് 2 ഇലക്ട്രോണെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ലോവസ്റ്റ് എനർജി ഓർബിറ്റൽ ആർ ഫിൽഡ് ഫസ്റ്റ്. അത് ഏത് റൂൾ അനുസരിച്ചാണ്? ഓഫ്-ബൗ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ്. ഇനി അൺപെയർഡ് ഇലക്ട്രോൺസ് ഹാവ് പാരലൽ സ്പിൻ. അൺപെയർഡ് പാരലൽ സ്പിൻ ആണ് വേണ്ടത്. അത് ഏത് റൂളാണ്? ഹൺസ് റൂൾ അനുസരിച്ച്. അൺപെയർഡ് ഇലക്ട്രോൺസ് ഹാവ് പാരലൽ സ്പിന്, അതായത് മാക്സിമം മൾട്ടിപ്ലിസിറ്റി കൊടുത്തിട്ട് വേണം അവിടെ പെയറിങ് നടത്താൻ. ഇനി അതിൽ നിന്ന് നമുക്ക് ഈ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുടെ പ്രത്യേകത, എത്ര ബോണ്ട് ഉണ്ടെന്ന് അവർ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ആ ബോണ്ടിന്റെ എണ്ണമാണ് ബോണ്ട് ഓർഡർ, ബോണ്ടിന്റെ ക്രമം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബോണ്ടിങ് ഇലക്ട്രോൺ മൈനസ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺ. ബോണ്ടിങ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലുള്ള ഇലക്ട്രോണിന്റെയാണ് ബോണ്ടിങ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ആന്റി ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റിനകത്തുള്ള ഇലക്ട്രോൺ ആണ്. അന്നേരം ബോണ്ട് ഓർഡർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് ഓർബിറ്റൽ മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആന്റി ബോണ്ടിങ് ഓർബിറ്റൽ. ഇതിന്റെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഈക്വൽ നമ്പർ ഓഫ് ഓർബിറ്റൽ, അതായത് എത്ര ആറ്റോമിക് ഓർബിറ്റൽ ഉണ്ടോ അത്രയും മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാകുന്നു. അതുപോലെ ആറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് ലൈക്ക് എനർജീസ് കമ്പൈൻ ചെയ്യണം. ഓർഡർ ഓഫ് എനർജി ലോവറിൽ നിന്നാണ് ഹയറിലേക്ക് പോകുന്നത്, ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. അതുപോലെ ഇത് ഫോളോയിങ് ബോത്ത് ദ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആൻഡ് ഹൺസ് റൂൾ. ഓക്കെ, 2 ടൈപ്പ് മോളിക്കുലാർ ഓർബിറ്റൽ, ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ആൻഡ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. ഇതിനകത്ത് സൈൻ കാണുമ്പോൾ തന്നെ അറിയാം ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിന് എനർജി കുറവാണ്, മറ്റേ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിന് എനർജി കൂടുതലാണ്. നമുക്കിവിടെ 2 ആറ്റോമിക് ഓർബിറ്റൽസ് കൂടി ചേർന്ന് ഉണ്ടാവുകയാണ് ആന്റി ബോണ്ടിങ്ങും ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലാണ് നിങ്ങൾ കാണുവാണ് അവര് ബോണ്ടായിട്ട് നിൽക്കുക. ബോണ്ട് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. രണ്ടുപേരും 2 ന്യൂക്ലിയസും അല്ലെങ്കിൽ 2 ആറ്റവും കൂടെ കമ്പൈൻ ചെയ്ത് അത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. എന്നാൽ ആന്റി ബോണ്ടിങ്ങിനകത്ത് നിങ്ങൾ ഒബ്സർവ് ചെയ്യാണ് 2 ആറ്റത്തിന്റെയും ഇടയ്ക്കായിട്ട് ഒരു നോഡൽ പ്ലെയിൻ പോലെ, അതായത് അവിടെ ഒരു ബോണ്ടിങ് നടക്കുന്നില്ല. അതാണ് ആന്റി ബോണ്ടിങ്ങിനകത്ത് കാണുന്നത്. ലീനിയർ കോമ്പിനേഷൻ ഓഫ് ആറ്റോമിക് ഓർബിറ്റൽസ് LCAO റൂൾസ് ഉണ്ട്. ലീനിയർ കോമ്പിനേഷന്റെ ആറ്റോമിക് ഓർബിറ്റൽ മസ്റ്റ് ബി ദ സെയിം എനർജി. രണ്ടാമത്തെ റൂളാണ് ദ ഓർബിറ്റൽ മസ്റ്റ് ഓവർലാപ്പ് വൺ അനദർ ആസ് മച്ച് ആസ് പോസിബിൾ. ആറ്റംസ് മസ്റ്റ് ബി ക്ലോസ് ഇനഫ് ഫോർ എഫക്റ്റീവ് ഓവർലാപ്പ്. എഫക്റ്റീവ് ഓവർലാപ്പ് ആണെങ്കിൽ ആറ്റംസ് നല്ലപോലെ ക്ലോസ് ആയിരിക്കണം. ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ബോണ്ടിങ് ആൻഡ് ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ either the symmetry of 2 atomic orbital must remain unchanged. നമുക്കിവിടെ കാണാം 2 ആറ്റം കൂടി ചേർന്നുമ്പോൾ നമുക്ക് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ psi that is equal to psi A plus psi B എന്ന് പറഞ്ഞാൽ എയും ബിയും കൂടെ കൂടി ചേരുന്നു. അന്നേരം നമുക്കവിടെ ബോണ്ടിങ് ആകണമെങ്കിൽ ആ 2ഉം കൂടെ കൂടി ചേരണം. അതാണ് നമ്മളിവിടെ കാണുന്ന ബോണ്ടിങ് ഓർബിറ്റൽ. ഇനി അതിന്റെ വേവ് നേച്ചറാണ് നമ്മൾ പഠിച്ചത്, ഇലക്ട്രോൺസ് അല്ലേ, സൈ. ആ വേവ് നേച്ചർ ഇവിടെ കാണുവാണ്. വേവ് നേച്ചറിലൂടെ നമ്മൾ 2 പോസിറ്റീവ് ന്യൂക്ലിയസ്, 2 ആറ്റത്തിലെ ന്യൂക്ലിയസ് ഒരുമിച്ച് അവര് ബോണ്ടായി മാറുന്നു, ഫോഴ്സ് ഓഫ് അട്രാക്ട് ചെയ്ത് നിൽക്കുന്നു. ന്യൂക്ലിയസ് ആണ് ഈ കാണുന്നത്. അതാണ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിനകത്ത് നടക്കുന്നത്. ഇനി ആന്റി ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ സൈ എ മൈനസ് സൈ ബി ആണ്. സൈ എ മൈനസ് സൈ ബി, അവിടെ ബോണ്ടിങ് നടക്കുന്നില്ല, അല്ലെങ്കിൽ 2 ആറ്റങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നു നിൽക്കുന്ന പോലെ ആ വേവ് ക്യാൻസൽ ആയി പോവുകയാണ്. ഇത് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ്. ഡിസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ അവിടെ ബോണ്ടിങ് ഉണ്ടാകുന്നില്ല എന്നുള്ള അർത്ഥത്തില് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. നമുക്കിവിടെ ഈ ഗ്രാഫ് കാണുമ്പോൾ ഇവിടെ നോഡ്, അതായത് 2 വേവ് ക്യാരക്ടറാണ് ഈ കാണുന്നത്. അന്നേരം അവിടെ വേവ് ക്യാൻസൽ ആയി പോകുന്നു. ഓക്കെ, അന്നേരം ആന്റി ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലോട്ട് വരണം സൈ എ മൈനസ് സൈ ബി, ഡിസ്ട്രക്റ്റീവ് ആണ്. നമ്മളിവിടെ കാണുന്നത് മോളിക്കുലാർ ഓർബിറ്റൽ ആണ്. മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാകും 2 രീതിയിലാണ്, സൈ എ പ്ലസ് സൈ ബിയും സൈ എ മൈനസ് സൈ ബിയും.
Ψa+Ψb ആണ് ബോണ്ടിങ് ഓർബിറ്റൽ. ഈ ബോണ്ടിങ് ഓർബിറ്റലിനകത്ത് നമ്മൾ കാണുകയാണ് the accumulation of electron density between the nuclei put the electron in a position where it is interact strongly with the both nuclei. ഇവിടെ രണ്ട് ന്യൂക്ലിയസിന്റെയും ഇടയ്ക്കുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി, ദ അക്യുമുലേഷൻ ഓഫ് ഇലക്ട്രോൺ ഡെൻസിറ്റി ബിറ്റ്വീൻ ദ ന്യൂക്ലിയൈ പുട്ട് ദ ഇലക്ട്രോൺ ഇൻ എ പൊസിഷൻ വേർ ഇറ്റ് ഇന്ററാക്ട് സ്ട്രോങ്ലി വിത്ത് ബോത്ത് ന്യൂക്ലിയർ. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നടക്കുന്നു. അതാണ് നമ്മളിവിടെ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റിനകത്ത് കാണുന്നത്. ന്യൂക്ലിയൈ ആർ ഷീൽഡഡ് ഫ്രം ഈച്ച് അതർ. ന്യൂക്ലിയൈ ആർ ഷീൽഡഡ് ഫ്രം ഈച്ച് അതർ ആണ് കാണുന്നത്. ഇനി എന്താണ് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റിനകത്ത് സംഭവിക്കുന്നത്? Ψa-Ψb രണ്ടുപേരും രണ്ട് ദിക്കിലോട്ട് പോകുന്ന പോലെ. ദ ഇലക്ട്രോൺ ഈസ് എക്സ്ക്ലൂഡഡ് ഫ്രം ഇന്റർന്യൂക്ലിയർ റീജിയൻ. ഡീസ്റ്റെബിലൈസിംഗ് ആണ് നടക്കുന്നത്. ഡീസ്റ്റെബിലൈസിംഗ് നിങ്ങളൊന്ന് കമ്പയർ ചെയ്താൽ അറിയാം. ബോണ്ടിങ്ങിനകത്ത് ഉള്ള ഫിഗറും ആന്റി ബോണ്ടിങ്ങിനകത്ത് അത് ഓപ്പോസിറ്റ് പോകുന്നതായിട്ടും കാണുന്നു. ഓക്കെ, ഇപ്പം രണ്ട് ആറ്റം 1s എയും 1s ബിയും എന്ന് പറയുന്ന രണ്ട് ആറ്റോമിക് ഓർബിറ്റിൽ കൂടി ചേരുമ്പോൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ആറ്റോമിക് ഓർബിറ്റൽ, നമ്പർ ഓഫ് ആറ്റോമിക് ഓർബിറ്റൽ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോളിക്കുലാർ ഓർബിറ്റൽ. ഇതനുസരിച്ച് രണ്ട് ആറ്റോമിക് ഓർബിറ്റൽ കൂടി ചേരുമ്പോൾ രണ്ട് മോളിക്കുലാർ ഓർബിറ്റൽ കൊണ്ടുവരുവാണ്. ഒന്ന് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും രണ്ടാമത്തെ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലുമാണ് വന്നിരിക്കുന്നത്. ആന്റി ബോണ്ടിങ്ങിനകത്ത് നമ്മൾ നോഡൽ പ്ലെയിൻ കാണുന്നത്. എന്താണ് നോഡൽ പ്ലെയിൻ? ഇലക്ട്രോണെ കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്ത പ്രദേശം അല്ലെ. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റിനകത്ത് നോഡൽ പ്ലെയിൻ കാണാതെ അവർ രണ്ടുപേരും കൂടെ മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്തിരിക്കുകയാണ്. ഇത് ഹൈഡ്രജന്റെ മോളിക്കുലാർ ഓർബിറ്റൽസ് ആണ്. ഹൈഡ്രജൻ നമുക്കറിയാം 1s ആണ്. ഹൈഡ്രജന്റെ 1s1ഉം രണ്ട് 1s1 കൂടെ കൂടി ചേർന്ന് മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാകുകയാണ് ഇവിടെ. നമുക്ക് ഇതിന്റെ പ്രോബബിലിറ്റി ഒരു വേവ് വരയ്ക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ ചാർജ് ഡെൻസിറ്റി എലോങ് എ ലൈൻ ജോയിനിങ് ടു ഹൈഡ്രജൻ ന്യൂക്ലിയൈ ഫോർ ബോണ്ടിങ് ആണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ ഇലക്ട്രോൺ ചാർജ് ഡെൻസിറ്റി ആണ് ആന്റി ബോണ്ടിങ്ങിന്റെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നമുക്കറിയാം ഇവിടെ എന്തുണ്ട്? ഒരു നോഡൽ പ്ലെയിൻ ആണ് ഈ ഗ്രാഫിനകത്ത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്. ഇതാണ് സിഗ്മ സ്റ്റാർ എന്നാണ് ഇതിന് സ്റ്റാർ. ആന്റി ബോണ്ടിങ്ങിന് നമ്മൾ കാണിക്കുന്നത് സിഗ്മ സ്റ്റാർ ആണ്. സ്റ്റാർ എന്നുള്ള സിമ്പിൾ വെച്ച് കാണിക്കുന്നു. ഇനി ഇവിടെ ഇതിന്റെ എനർജി നോക്കുവാണെങ്കിൽ ആന്റി ബോണ്ടിങ്ങിന്റെ എനർജി കൂടുതലാണ്, ഹൈ ആണ് ആന്റി ബോണ്ടിങ്ങിന്റെ. മോളിക്കുലാർ ഓർബിറ്റലിൽ ഇപ്പൊ നമുക്ക് ഇവിടെ 4.5 ഇലക്ട്രോൺ വോൾട്ടേ ഉള്ളൂ. ലോ ആണ് ഇവിടുത്തെ എനർജി. ബോണ്ടിങ് ഓർബിറ്റലിലെ മോളിക്കുലാർ ഓർബിറ്റലിലെ എനർജി കുറവാണ്. ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലെ എനർജി കൂടുതലാണ്. അതുകൊണ്ടാണ് ഇലക്ട്രോൺസ് എപ്പോഴും എവിടെ നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത്? ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റിനകത്താണ് ഇലക്ട്രോൺ നിൽക്കുന്നത്. ഇവിടെ മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാകുമ്പോൾ അവിടെ ബോണ്ട് ഉണ്ടാകുന്നു അല്ലെ. അവിടുത്തെ സിഗ്മ ബോണ്ട് നമ്മുടെ കോവാലൻ ബോണ്ടിനകത്ത് സിഗ്മ ബോണ്ടും പൈ ബോണ്ടും പഠിച്ചിട്ടുണ്ട്. ഇവിടുത്തെ സിഗ്മ ബോണ്ട് ദേ ആർ സിമെട്രിക്കൽ അബൌട്ട് ദ ആക്സിസ്. നമുക്കറിയാം എൻഡ് ടു എൻഡ് ഓവർലാപ്പ് വരുന്നതാണ് എന്ത്? സിഗ്മ ബോണ്ട് എന്ന് പറയുന്നത്. സിഗ്മ ബോണ്ട് ആന്റി ബോണ്ടിങ് സിഗ്മ ഓർബിറ്റൽ ഉണ്ട്, അത് സിഗ്മ സ്റ്റാർ എന്ന് കാണിക്കും. ബോണ്ടിങ് ഓർബിറ്റൽ അത് ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ എന്ന സിമ്പിൾ വെച്ചാണ്. അന്നേരം ഹൈഡ്രജൻ നമുക്ക് നോക്കാം. 1s കൂടി യോജിക്കുമ്പം ഒരു ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ സിഗ്മ 1s ആന്റി ബോണ്ടിങ് സിഗ്മ സ്റ്റാർ 1s. നിങ്ങൾക്ക് ഇതിന്റെ ആ പടം ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. ഇവിടെ ബോണ്ടിങ് കമ്പൈൻ ചെയ്ത് നിൽക്കുന്നു, ആന്റി ബോണ്ടിങ് നമ്മൾ സെപ്പറേറ്റ് ആയതുപോലെ ബോണ്ടിങ് ഇല്ലാതെ നിൽക്കുന്നു. ആന്റി എന്ന് പറഞ്ഞ അർത്ഥം ഓപ്പോസിറ്റ് ടു ദ ബോണ്ടിങ് എന്നാണ് കേട്ടോ. നമുക്ക് ഒരു മോളിക്കുലാർ ഓർബിറ്റൽ എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. ഹൈഡ്രജന്റെ ആണെങ്കിൽ നമുക്ക് പറയാം 1s അല്ലെങ്കിൽ 1s. ഹൈഡ്രജനാല് ഒരു 1s ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അന്നേരം ഇവിടെ 1s1 കൂടെ കൂടി ചേരുമ്പോൾ രണ്ട് മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാകണം. ഏതൊക്കെയാണ്? സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s. സിഗ്മ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ, സിഗ്മ സ്റ്റാർ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. എനർജി നമുക്ക് കാണാം. ലോവസ്റ്റ് എനർജിയാണ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിന്, ആന്റി ബോണ്ടിങ്ങിനാണ് ഹൈയസ്റ്റ് എനർജി ഉള്ളത്. ഇവിടെ രണ്ട് ഇലക്ട്രോണും കൂടെ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ലോ എനർജിയുള്ള ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റിലോട്ട് പോകുന്നു. സിഗ്മ 1s പോയി നിൽക്കുന്നു. എന്നിട്ട് രണ്ടുപേര് സിഗ്മ 1s. ഓക്കെ, ഇതാണ് ഒരു മോളിക്കുലാർ ഓർബിറ്റിൽ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലോട്ട് വരണം. രണ്ട് ആറ്റോമിക് ഓർബിറ്റിൽ ഇവിടെ എഴുതുക. രണ്ട് ഹൈഡ്രജൻ ആണെന്ന് ഓർക്കുക കേട്ടോ. H1 അന്നേരം അത് രണ്ടും കൂടെ കൂടി ചേർന്ന് മോളിക്കുലാർ ഓർബിറ്റിൽ ഉണ്ടാകുന്നു. അത് ആറ്റോമിക് ഓർബിറ്റിനേക്കാളും എനർജി കുറവായിരിക്കും ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റിൽ. അതാണ് ഇത് ഈ കാണിച്ചിരിക്കുന്നത്. താഴോട്ടാണ് വന്നിരിക്കുന്നത്. ആറ്റോമിക് ഓർബിറ്റിനേക്കാളും എനർജി കൂടുതലായിരിക്കും ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റിൽ. അതുകൊണ്ടാണ് ഈ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഇത് മുകളിലായിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓർത്തിരിക്കുക, മോളിക്കുലാർ ഓർബിറ്റിൽ വരയ്ക്കാൻ പറഞ്ഞാൽ വരയ്ക്കണം.
നിങ്ങൾക്കറിയാം പീരീഡ് 2 എന്ന് പറഞ്ഞാൽ അവിടുത്തെ പീരീഡ് 2 ആരൊക്കെയാണ്? ലിഥിയം, ബെർലിയം, ബോറോൺ, അല്ലെ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലിഥിയം പീരീഡ് 2 മൂവ് ചെയ്യുന്നു. ഫോർ ദ സെക്കൻഡ് പീരീഡ്, due to a better energy, much s orbital combined with s orbital and p orbital combined with a p orbital. The symmetry of p orbital permits end overlap along the bond axis or side by side overlap around. Okay. നമ്മൾ p orbital എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു കൺസെപ്റ്റ് ഇത് വരണം. പൈ ബോണ്ട് p orbital ആണ് ഉണ്ടാകുന്നത്. The pi bond as a side to side overlap. നമ്മൾ പഠിച്ചതാണ് പൈ ബോണ്ട്, സിഗ്മ ബോണ്ടും കോവാലൻ ബോണ്ടിങ്ങിനകത്ത്. ഇവിടെ പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ സൈഡ് ടു സൈഡ് ഓവർലാപ്പ്. നിങ്ങളുടെ മനസ്സിലോട്ട് വേണം പി ഓർബിറ്റലിന്റെ ഷേപ്പ്. പി ഓർബിറ്റൽ ഷേപ്പ് തന്നെയാണ് ഡംബൽ ഷേപ്പ് ആണ് അല്ലെ. lateral overlap which then cause there to be number electron density along the axis, but there is density above and below the axis. നമുക്കിവിടെ കാണാം പി ഓർബിറ്റില് ഡംബൽ ഷേപ്പുള്ള പി ഓർബിറ്റില് ലാറ്ററൽ ഓവർലാപ്പിംഗ് അതല്ലെങ്കിൽ സൈഡ് ടു സൈഡ് ഓവർലാപ്പിംഗ് നടത്തുമ്പോൾ പൈ ഓർബിറ്റിൽ ഉണ്ടാകുന്നു. ഈ സിഗ്മ ഓർബിറ്റിൽ നമ്മൾ എൻ ടു എൻഡ് എസ് ഓർബിറ്റിൽ എപ്പോഴും സിഗ്മ ആണ് ഉണ്ടാകുന്നത്. അതുപോലെ എസും പിയും കൂടെ സിഗ്മ ഉണ്ടാകാം. പിന്നെ നമുക്ക് സിഗ്മ ഉണ്ടാകുന്നത് പി ഓർബിറ്റൽ, 2 പി ഓർബിറ്റൽ. നിങ്ങൾക്കറിയാം പി ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് പി ഓർബിറ്റൽ ഉണ്ട്. പി എക്സ്, പി വൈ, പി ഇസഡ്. അതിന്റെ സിമിട്രി വെച്ച് നമുക്ക് പി ഇസഡ് ആണ് സിഗ്മ ഓർബിറ്റൽ ഉണ്ടാകുന്നത്. എൻ ടു എൻഡ് ഓവർലാപ്പിംഗ് നടത്തുന്ന പി ഇസഡ് ആണെന്നുള്ള കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ബാക്കി പി എക്സും പി വൈയും പൈ ഓർബിറ്റൽസ് അല്ലെങ്കിൽ പൈ ബോണ്ട് ആണ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ. അന്നേരം നമ്മൾ പി ഓർബിറ്റിൽ 3 പി ഓർബിറ്റൽ ഉണ്ട്. പി എക്സ്, പി വൈ, പി ഇസഡ്. പി എക്സും പി വൈയും പൈ ഓർബിറ്റലിലേക്ക് പോകുന്നു. അതുപോലെ പി ഇസഡ് ആണ് സിഗ്മ ബോണ്ട് അല്ലെങ്കിൽ സിഗ്മ ഓർബിറ്റൽ ആകുന്നത്. നമ്മളിവിടെ കാണുകയാണ് പലതരത്തിലുള്ള ഓർബിറ്റൽസ് പി ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുന്നു. അതുപോലെ പൈ സ്റ്റാർ പി ഓർബിറ്റൽ കമ്പൈൻ ചെയ്ത് പൈ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാകുന്നു. അതുപോലെ പൈ സ്റ്റാർ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാകുന്നു. ഓർത്തിരിക്കുക, പൈ സ്റ്റാർ ആന്റി ബോണ്ടിങ്ങും പൈ ബോണ്ടിങ്ങും. ലീനിയർ കോമ്പിനേഷൻ ഓഫ് പി ഇസഡ് ഓർബിറ്റൽ. പി ഇസഡ് ഓർബിറ്റല് എൻ ടു എൻഡ് ഓവർലാപ്പ് നടത്തുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? സിഗ്മ ബോണ്ട് ഉണ്ടാകുന്നു. അഡീഷൻ ഓഫ് 2 പി ഇസഡ് ആറ്റോമിക് ഓർബിറ്റൽ റിസൾട്ട് എ ബോണ്ടിങ് സിഗ്മ പി മോളിക്കുലർ ഓർബിറ്റൽ. ഇനി അവിടെ അതുപോലെ തന്നെ ആന്റി ബോണ്ടിങ്ങും ഉണ്ടാകുന്നുണ്ട്. സബ്ട്രാക്ഷൻ വിൽ ഗീവ് ആൻ ആന്റി ബോണ്ടിങ്. സൈ എ മൈനസ് ഐ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ആന്റി ബോണ്ടിങ്. അതാണ് സൈ പി സ്റ്റാർ എന്ന് പറയുന്നത്. മോളിക്കുലർ ഓർബിറ്റൽ വിത്ത് എ നോഡൽ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ ബോണ്ട് ആക്സിസ്. അന്നേരം ഇവിടെ നോഡൽ പ്ലെയിൻ ആണ് നമ്മൾ കാണുന്നത് ആന്റി ബോണ്ടിങ്ങിനകത്ത്. എന്നാൽ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിനകത്ത് അവിടെ ബോണ്ട് ഉണ്ടായി ഫോഴ്സ് ഓഫ് അട്രാക്ട് ചെയ്ത് അവിടെ നിൽക്കുകയാണ്. ഇനി പി എക്സ് ആൻഡ് പി വൈ ലീനിയർ കോമ്പിനേഷൻ നടത്തുമ്പോൾ അഡീഷൻ ലാറ്ററൽ ഓവർലാപ്പിംഗ് ആണ് നടക്കുന്നത്. അഡീഷൻ ഓഫ് 2 പി എക്സ് ആറ്റോമിക് ഓർബിറ്റൽ റിസൾട്ട് ഓഫ് ബോണ്ടിങ് പൈ മോളിക്കുലർ ഓർബിറ്റൽ കണ്ടെയ്നിങ് എ നോഡൽ പ്ലെയിൻ അലോങ് ദ ബോണ്ട് ആക്സിസ്. ഇതാണ് നമ്മൾ കാണുന്നത്. ഒരു നോഡൽ പ്ലെയിൻ ഉള്ള ഒരു ആക്സിസ് ഉണ്ടാകുന്നു. അതുപോലെ ആന്റി ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ഷനാണ്. 2 വേവ് ഫംഗ്ഷൻ സബ്ട്രാക്ട് ചെയ്യുന്നതാണ്. സൈ എ മൈനസ് ഐ ബി എന്നുള്ള അർത്ഥത്തില്. പൈ സ്റ്റാർ പി മോളിക്കുലർ ഓർബിറ്റൽ വിത്ത് 2 നോഡൽ പ്ലെയിൻസ്. ഇതാണ് നമ്മുടെ ആന്റി ബോണ്ടിങ്ങിന്റെ നമുക്ക് ഒബ്സർവ് ചെയ്യാവുന്നത്. 1 പ്ലെയിൻ പെർപെൻഡിക്കുലർ ആൻഡ് 1 പാരലൽ ടു ദ ബോണ്ട് ആക്സിസ്. ബോണ്ടിങ്ങും ആന്റി ബോണ്ടിങ്ങും കാണുകയാണ്. നമ്മളിപ്പം പി ഓർബിറ്റലിന്റെ കാര്യം പറയുന്നത്. പി ഓർബിറ്റലിനകത്ത് ദിസ് ഇസ് എ മോളിക്കുലർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം ഫോർ ദ പി ഓർബിറ്റൽ. സിഗ്മ ബോണ്ടിങ് ഓർബിറ്റൽ ഈസ് ലോവർ ഇൻ എനർജി ഡ്യൂ ടു ദ ഗ്രേറ്റർ ഓവർലാപ്പ് എൻഡ് ടു എൻഡ്. ഇവിടെ നമ്മളിപ്പം കാണുവാണ് സിഗ്മയ്ക്ക് ഇവിടെ കുറവാണ്. കാരണം ലോവർ എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് കാരണം. ലോവസ്റ്റ് എനർജി ഡ്യൂ ടു ദ ഗ്രേറ്റർ ഓവർലാപ്പ് എൻഡ് ടു എൻഡ്. ഗ്രേറ്റർ ഓവർലാപ്പിംഗിന്റെ അതുകൊണ്ടാണ് ലോവസ്റ്റ് എനർജി സിഗ്മയ്ക്ക് വന്നിരിക്കുന്നത്. പൈ സ്റ്റാർ ഒക്കെ കൂടുന്നു. പിന്നെ സിഗ്മ സ്റ്റാറിന് ഏറ്റവും കൂടുതൽ എനർജി. എന്നിട്ട് എനർജിയുടെ ഇത് വെച്ച് നമുക്ക് കാണാൻ പറ്റും. സിഗ്മ 2പിക്ക് ഏറ്റവും കുറവ്, പൈ 2p, പൈ 2px, പൈ 2pyക്ക് അതിനേക്കാളും കൂടുതൽ. അതിനേക്കാളും എനർജി കൂടുതലാണ് പൈ സ്റ്റാർ 2pക്കും പൈ സ്റ്റാർ 2py സ്റ്റാറിനും. ഏറ്റവും എനർജി കൂടുതലാണ് സിഗ്മ 2p സ്റ്റാറിന്. ഓർത്തിരിക്കുക. നമ്മൾ 2p ഓർബിറ്റൽ കൂടിച്ചേരും. ഒരു പി ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ 3 അല്ലേ?
അന്നേരം 3 + 3 6 അല്ലെ, 6 ഉണ്ടോ മോളിക്കുലർ ഓർബിറ്റൽ? നമുക്ക് നോക്കാം. 1 2 3 4 5 6. കറക്റ്റ്. 6 പി മോളിക്കുലർ ഓർബിറ്റൽ കൂടി ചേർന്നപ്പോൾ 6 മോളിക്കുലർ ഓർബിറ്റൽ, 6 ആറ്റോമിക് ഓർബിറ്റൽ ഉണ്ടെങ്കിൽ 6 മോളിക്കുലർ ഓർബിറ്റൽ ഇവിടെ ഉണ്ടായി. അന്നേരം ആ മോളിക്കുലർ ഓർബിറ്റൽ പി ഓർബിറ്റലിന്റെ മോളിക്കുലർ ഓർബിറ്റലിന്റെ പേര് നമുക്ക് ഒന്നും കൂടെ പറയാം. സിഗ്മ 2p(z), പൈ 2px, പൈ 2py. അതുപോലെ പൈ സ്റ്റാർ 2px, പൈ സ്റ്റാർ 2py, സിഗ്മ സ്റ്റാർ 2pz. ഇത്രയും 6 പി മോളിക്കുലർ ഓർബിറ്റലിനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അന്നേരം 2p ലെവലിനകത്ത് 6 പി ഓർബിറ്റലിലെ മോളിക്കുലർ ഓർബിറ്റൽ കാണും. മോളിക്കുലർ ഓർബിറ്റൽ തിയറി അനുസരിച്ച് ബോണ്ട് ഓർഡർ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ബോണ്ട് ഓർഡർ ഇൻഡിക്കേറ്റ്സ് ദ സ്ട്രെങ്ത് ഓഫ് ദ ബോണ്ട്. ദ ഹയർ ദ ബോണ്ട് ഓർഡർ ദ സ്ട്രോങ്ങർ ദ ബോണ്ട്. ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ½ ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ബോണ്ട് ഓർഡർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം നൈട്രജൻ, 2 നൈട്രജൻ ആറ്റം കൂടി ചേർന്ന് അതിന്റെ ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ 3 ആണ് അല്ലെ. അതുകൊണ്ടാണ് സ്ട്രോങ് ആണ് പറയുന്നത്. അന്നേരം ഇവിടെ ബോണ്ട് ഓർഡർ കൂടുന്നതനുസരിച്ച് മോളിക്കുലറിന്റെ സ്ട്രെങ്ത് കൂടുന്നു. അന്നേരം നമ്മൾ ഈ ബോണ്ട് ഓർഡറിന്റെ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ബോണ്ട് ഓർഡർ ദാറ്റ് ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇക്വേഷൻ തന്നിരിക്കുന്ന ½ ഇൻറ്റു a മൈനസ് ബി എന്നാണ്. എ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ മൈനസ് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. Stability of the molecules. If the bond order is 0, then no bonds are produced and the molecule is not stable. Bond order വെച്ച് നമുക്ക് മോളിക്യൂളിന്റെ സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കും. ബോണ്ട് ഓർഡർ 0 ആണെങ്കിൽ അവിടെ അങ്ങനത്തെ ഒരു മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. If the bond order is 1, then it is a single covalent bond. The higher the bond order, the more stable the molecule is. അന്നേരം മോളിക്യൂളിന്റെ ബോണ്ട് ഓർഡർ 0 എന്ന് മനസ്സിലാക്കിയാൽ there is no bond are produced and the molecule is not exist. ബോണ്ട് മോളിക്കുലർ ഓർബിറ്റൽ തിയറി കൂടെ നമുക്ക് മാഗ്നറ്റിക് നേച്ചർ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒരു മാഗ്നറ്റ് കൊണ്ടുവന്നാൽ അട്രാക്ട് ചെയ്യുന്നുണ്ടോ റിപ്പൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നത് അല്ലേ. അന്നേരം പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ എന്നാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഇഫ് ഓൾ ദ മോളിക്കുലർ ഓർബിറ്റൽസ് ഇൻ എ മോളിക്യൂൾ ആർ ഡബ്ലി ഓക്യുപ്പൈഡ്, 2 ഇലക്ട്രോൺ പെയർ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ദ സബ്സ്റ്റൻസ് ഇസ് ഡയാമാഗ്നറ്റിക്. ഡയാമാഗ്നറ്റിക്കിന്റെ അർത്ഥം റിപ്പൽഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ്. However, if 1 or more molecular orbitals are singly occupied, it is paramagnetic, attracted by magnetic field. Oxygen molecule paramagnetic ആണ്. Molecular orbital diagram. Electrons preferentially occupy molecular orbitals that are lower in energy. ഇതൊക്കെ നമ്മളിപ്പം നോക്കുന്നത് നമുക്കിപ്പോൾ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രം വരയ്ക്കാനാണ് കേട്ടോ. അന്നേരം ലോവർ എനർജിയിലാണ് ആദ്യത്തെ ഇലക്ട്രോൺ വന്ന് നിൽക്കുന്നത്. മോളിക്കുലർ ഓർബിറ്റൽസ് മേ ബി എംപ്റ്റി ഓർ കണ്ടെയ്ൻ 1 or 2 ഇലക്ട്രോൺസ്. If 2 electrons occupy the same molecular orbital, they must be spin paired. When occupying degenerate molecular orbitals, electron occupy separate orbitals with a parallel spin before pairing. സെയിം ആയിട്ടുള്ള എനർജി ഉള്ളിടത്താണെങ്കിൽ ആദ്യം ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി അനുസരിച്ചാണ് അവിടെ ഇലക്ട്രോൺ വന്ന് നിറയുന്നത്. ആദ്യം എല്ലായിടത്തും ഓരോ ഓർബിറ്റിലും ഓരോ ഇലക്ട്രോൺ കൊടുത്തു കഴിഞ്ഞിട്ട് മാത്രമേ പെയറിംഗ് നടക്കത്തുള്ളൂ. മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം. Although molecular orbitals form from inner electron as well as valence electron. എന്നാൽ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ആ വാലൻസ് ഇലക്ട്രോൺ മാത്രമേ പറയുന്നുള്ളൂ. നമുക്കൊന്നിനി കുറച്ച് മോളിക്യൂൾസിന്റെ ആറ്റംസ് കൂടി ചേർന്ന മോളിക്യൂൾസ് ഉണ്ടാകുന്നതിന്റെ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഏറ്റവും ചെറിയ പീരിയോഡിക് ടേബിളിനകത്ത് ഏറ്റവും ചെറിയ ആളായ ഹൈഡ്രജനെ പറ്റി പഠിക്കാം. 2 ഹൈഡ്രജൻ ആറ്റം കൂടിച്ചേരുമ്പോൾ 1s1 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഹൈഡ്രജന്റെ. അടുത്ത ഹൈഡ്രജൻ 1s1, രണ്ടും കൂടെ കൂടി ചേർന്ന് H2 ആവുകയാണ്. H2 ആവുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ 2 മോളിക്കുലർ ആറ്റം കൂടെ കൂടി ചേർന്ന് 2 ആറ്റോമിക് ഓർബിറ്റൽ കൂടി ചേരുമ്പോൾ 2 മോളിക്കുലർ ഓർബിറ്റൽ. ഏതൊക്കെയാണ്? സിഗ്മ ബോണ്ടിങ്ങും സിഗ്മ സ്റ്റാർ ആന്റി ബോണ്ടിങ്ങും. 2 ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ട് എന്നാ ചെയ്യും? ഇവര് ലോവർ എനർജിയുള്ള സിഗ്മ 1s തിരഞ്ഞെടുക്കും. സിഗ്മ 1siലോട്ട് തിരഞ്ഞെടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നു. 2 ഇലക്ട്രോൺ നിൽക്കുന്നു. അന്നേരം
ഇത് ഈ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രം കണ്ടു തന്നെ നമുക്ക് പറയാൻ പറ്റും ഇതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ഇത് ഡയാമാഗ്നറ്റിക്കാണ്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവരുമ്പോൾ അത് റിപ്പൽ ചെയ്യുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓർബിറ്റിനകത്ത് രണ്ടും പെയർ ആയിട്ട് നിൽക്കുകയാണ്, അതുകൊണ്ടാണ് ഇത് ഡയാമാഗ്നറ്റിക് എന്ന് പറയുന്നത്. ഇനി ബോണ്ട് ഓർഡർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ബോണ്ട് ഓർഡർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ മൈനസ് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസ്. നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് ഇവിടെ 2, ആന്റി ബോണ്ടിങ് 0 അതുകൊണ്ട് ഹാഫ് ഇൻറ്റു 2 മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ബോണ്ട് ഓർഡർ 1. അങ്ങനെയാണെങ്കിൽ 2 ഹൈഡ്രജൻ ആറ്റം കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു സിംഗിൾ ബോണ്ടിൽ കൂടിയാണ്. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ എല്ലാം മനസ്സിലായി. അതിന്റെ മാഗ്നറ്റിക് നേച്ചർ ഡയാമാഗ്നറ്റിക് ആണെന്നും ബോണ്ട് ഓർഡർ 1 ആണെന്നും അതുകൊണ്ട് ഇതിന്റെ സിംഗിൾ ബോണ്ട് വെച്ചാണ് 2 ഹൈഡ്രജൻ ആറ്റവും ജോയിൻ ചെയ്ത് നിൽക്കുന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ, ഇതാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുടെ മിടുക്ക്. ഇനി അടുത്ത ആറ്റമാണ് നമ്മൾ നോക്കുന്നത്, ഹീലിയം. ഹീലിയത്തിന് ആറ്റോമിക് നമ്പർ 2 ആണ്. ഹീലിയം 1s2, 2 ഹീലിയാറ്റം ഉണ്ട്, അതുകൊണ്ട് 2 ഹീലിയം കൂടി ചേർന്ന് He2 എന്ന് പറയുന്ന മോളിക്കൂളിന്റെ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രമാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. 1s2 1s2 2 ആറ്റം കൂടി ചേരുമ്പോൾ, ആറ്റോമിക് ഓർബിറ്റിൽ കൂടി ചേരുമ്പോൾ 2 മോളിക്കുലാർ ഓർബിറ്റൽ ഇവിടെ ഉണ്ടാകണം. അതാണ് സിഗ്മ എസും സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s. ഓക്കെ, സിഗ്മ ഇവിടെ 4 എണ്ണം ഉണ്ട് അല്ലേ? 4 2 എണ്ണം ബോണ്ടിങ്ങിലേക്ക് പോയി, 2 എണ്ണം ആന്റി ബോണ്ടിങ്ങിലോട്ടും പോയി. 2 എണ്ണം ആന്റി ബോണ്ടിങ്ങിലോട്ടും പോകുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും ബോണ്ട് ഓർഡർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ മൈനസ് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺ. ബോണ്ടിങ് ഇലക്ട്രോൺ 2, ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺ 2. അങ്ങനെയാണെങ്കിൽ ബോണ്ട് ഓർഡർ 0. അതുകൊണ്ട് നമുക്ക് പറയാം He2 മോളിക്യൂൾ ഈസ് അൺസ്റ്റേബിൾ, അല്ലെങ്കിൽ അത് നോട്ട് എക്സിസ്റ്റ്, അങ്ങനെ നിലനിൽക്കുന്നില്ല. ഇനി ഇതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞേ, എന്തായിരിക്കും മാഗ്നറ്റിക് പ്രോപ്പർട്ടി? മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഡയാമാഗ്നറ്റിക് ആയിരിക്കും, കാരണം 2 പെയർ ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ? അതുകൊണ്ട് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. മോളിക്കുലാർ തിയറി ഈസ് പവർഫുൾ ബിക്കോസ് ഇറ്റ് അലൗസ് us to predict whether molecule should exist or not, and it gives us a clear picture of the electronic structure of molecule. ഓക്കെ, ഇനി അടുത്ത മോളിക്കൂൾ നോക്കാം. ലിഥിയം മോളിക്കൂൾ ആണ്, Li2. ഈ ലിഥിയം മോളിക്കൂള് 2 ലിഥിയം ആറ്റം കൂടി ചേർന്നാണ് ഉണ്ടാകുന്നത്. എന്നിട്ട് നമുക്ക് ആറ്റോമിക് നമ്പർ 3 1s2 2s1 ആകുമ്പോൾ നമുക്ക് ബാക്കിഷെല്ല് മാത്രം നമ്മളങ്ങ് നോക്കിയാൽ മതി. ഇവിടെ ഇത് കാണിക്കുന്നുണ്ട്, 1s കാണിക്കുന്നുണ്ട്. 2s പോവാണ്. 2s 2 ഓരോ ഇലക്ട്രോൺ വെച്ച് 2 മോളിക്കുലാർ ഓർബിറ്റിലെ ബോണ്ടിങ്ങും ആന്റി ബോണ്ടിങ്ങും 2 സിഗ്മയും 2 സിഗ്മ സ്റ്റാറുമാണ്. ഇവിടെ നമ്മളിവിടെ പറയുകയാണ് 2 2s കൂടെ കൂടി ചേർന്ന് 2 മോളിക്കുലാർ ഓർബിറ്റിൽ കാര്യം ഉണ്ടായി. അതിന്റെ ഇലക്ട്രോൺ വന്ന് നിൽക്കുന്ന ബോണ്ടിങ്ങിലാണ് നിൽക്കുന്നത്. ഈ ബോണ്ട് ഓർഡർ നോക്കാം. ബോണ്ട് ഓർഡർ ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ മൈനസ് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺ, ഹാഫ് ഇൻറ്റു 2 മൈനസ് 0. എന്നിട്ട് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ബോണ്ട് ഓർഡർ 1. ലിഥിയത്തിന്റെ 2 ലിഥിയത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബോണ്ട് സിംഗിൾ ബോണ്ടാണ് അർത്ഥം. ഇനി ഇതിന്റെ എന്തായിരിക്കും ഇവിടുത്തെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി? ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ്. കാരണം എന്താണ്? പെയർ ആയിട്ടാണ് ഇലക്ട്രോൺ നിൽക്കുന്നതുകൊണ്ട് ഡയാമാഗ്നറ്റിക്. ഇതാണ് ലിഥിയത്തിന്റെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. അടുത്താണ് ബെർലിയം. ബെർലിയം 4 അല്ലേ? ബെർലിയത്തിന്റെ 4 ആണ് ആറ്റോമിക് നമ്പർ. നമ്മൾ ബാഹ്യഷെല്ല് മാത്രം നോക്കിയാൽ മതി. 2s2 ആണ്. 2s2 ആവുകയാണെങ്കിൽ 2 ബെർലിയം കൂടി ചേർന്ന് Be2 ഉണ്ടാകണം. നമുക്ക് 4 ഇലക്ട്രോൺ ഉണ്ട്. 4 ഇലക്ട്രോൺ ഉള്ളപ്പോൾ 2 സിഗ്മയിലും പോയി, 2 സിഗ്മ സ്റ്റാറിലോട്ടും പോയി. സിഗ്മ സ്റ്റാറിൽ 4 എണ്ണം അത് കംപ്ലീറ്റ് ആയി നിൽക്കുകയാണ്. നമുക്ക് ബോണ്ടിങ് ഓർഡർ എഴുതുവാണെങ്കിൽ ബോണ്ട് ഓർഡർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ മൈനസ് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. നോക്കിക്കേ, ബെർലിയത്തിന്റെ ബോണ്ട് ഓർഡർ 0 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ബെർലിയം Be2 എന്ന് പറയുന്നത് നോട്ട് സ്റ്റേബിൾ ആണ്, അതായത് അങ്ങനെ ഒരു മോളിക്കൂൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി ഇതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ ഡയാമാഗ്നറ്റിക്. ഓക്കെ, അടുത്താണ് കാർബൺ മോളിക്കൂൾ. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ മോളിക്കൂളാണ് കാർബൺ അല്ലെ? കാർബണിന്റെ ആറ്റോമിക് നമ്പർ ഏതൊറക്കത്തിൽ നിങ്ങൾ പറയും? എത്രയാണ് ആറ്റോമിക് നമ്പർ? 6. ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കാർബൺ ഈസ് 1s2 2s2 2p2. There are 12 electrons in C2. 12
12 ഇലക്ട്രോൺ ആണ് C2 മോളിക്യൂളിനകത്തുള്ളത്. കാരണം ഒരു കാർബൺ ആറ്റത്തിനകത്ത് 6, 2 കാർബൺ ആറ്റം കൂടി ചേരുമ്പോൾ 12 ആവുന്നു. 12 ആവുമ്പോൾ നമുക്ക് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ആദ്യം തൊട്ടൊന്ന് എഴുതാം അല്ലെ. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ സ്റ്റാർ 2s2. എന്നിട്ട് ഇപ്പൊ എത്രയായി? 4 2 6 ആയി അല്ലെ. ഇനി പൈ 2px2 ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ 2py2. എന്നിട്ട് നമുക്ക് ഇലക്ട്രോൺ ഒന്ന് എണ്ണാം. 4 6 8 2 10. ഓക്കെ, അന്നേരം 12 ഇലക്ട്രോൺ ആണ് നമുക്ക് വേണ്ടത്. 12 പൈ 2px2 ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ 2py2. ബോണ്ട് ഓർഡർ എഴുതുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ മൈനസ് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺ. നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ മൈനസ് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺ. 8 - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. 8 - 4 എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു 8 - 4 2 ആണ്. എന്നാലും ഇവിടെ നമുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും ഇവിടെ ഒറ്റ അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ലാത്തതുകൊണ്ട് അത് എന്താണ്? അത് ഡയാമാഗ്നറ്റിക് ആണ്. ഡയാമാഗ്നറ്റിക് നേച്ചറാണ്. അന്നേരം നമുക്ക് ഇതിന്റെ ഇതൊന്ന് എഴുതാൻ പഠിക്കണം. ഇപ്പൊ നമ്മൾ കെ എന്ന് പറഞ്ഞാൽ ഇന്നർ ഷെല്ലായിട്ട് എടുത്തു. ഇന്നർ ഷെല്ലായിട്ട് എടുത്തിട്ട് ഓക്കെ എങ്ങനെ വേണമെങ്കിലും എഴുതാം. ചിലപ്പോൾ ബാലൻസ് ഷെല്ല് മാത്രമേ പറയുന്നുള്ളൂ. ചിലപ്പോൾ നമുക്ക് ഇത് 12 ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അകത്തുനിന്ന് തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും. ഡയാമാഗ്നറ്റിക് ആണ്. അതുപോലെ തന്നെ അതിന്റെ ബോണ്ട് ഓർഡർ 2 ആണ്. ഇനി പ്രത്യേകത ഇവിടെയുള്ള എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ കാർബൺ കഴിഞ്ഞ് നൈട്രജൻ നമ്മൾ എഴുതുകയാണ്. എന്നാൽ ഇവിടെ സെക്കൻഡ് പീരീഡിനകത്ത് ലിഥിയം തൊട്ട് നൈട്രജൻ വരെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി എന്ന് പറയുന്നത് സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, പൈ 2px ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ 2py. ഇപ്പം സിഗ്മ 1s 2 ഇലക്ട്രോൺ, ഇവിടെ 4, ഇവിടെ 2 എണ്ണം കൂടെ 6 8 10 12. അതാണ് കാർബണിന്റെ നമ്മളിപ്പം കണ്ടത്. കാർബൺ 12 ആയിരുന്നു ടോട്ടൽ അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാർബണിന്റെ എത്രയാണ് എഴുതാം? സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, പൈ 2px2, പൈ 2py2. ഇവിടെ 12 ഇലക്ട്രോൺ ഉൾക്കൊണ്ടു. അതുപോലെ നമുക്ക് അടുത്ത ആരാണ്? നൈട്രജൻ. കാർബൺ 6 കഴിഞ്ഞാൽ നൈട്രജൻ 7 ആണ്. 7 2 നൈട്രജൻ ആറ്റത്തിനകത്ത് അല്ലെങ്കിൽ 2 നൈട്രജൻ മോളിക്കൂൾ കൂടുമ്പോൾ എത്രയാണ്? 14 ഇലക്ട്രോൺസ് വേണം. അങ്ങനെ ഇങ്ങനെ നമ്മൾ ഈ ഓർഡറിൽ അങ്ങ് എഴുതി പോവുകയാണ്. ആദ്യം സിഗ്മ 1s നിറയ്ക്കണം. അത് കഴിഞ്ഞ് സിഗ്മ സ്റ്റാർ 1s, പിന്നെ സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, പൈ 2px, പൈ 2py. ഇങ്ങനെ അങ്ങ് നിറഞ്ഞ് അത് കഴിഞ്ഞ് അടുത്ത എനർജി ഉണ്ടെങ്കിൽ സിഗ്മ 2pz ഇലക്ട്രോൺ പോകണം. അത് കഴിഞ്ഞ് പൈ സ്റ്റാർ 2px, പൈ സ്റ്റാർ 2py. ഈ ഇവിടെ നമുക്കിവിടെ ഇത് കാണാം. പൈ 2px ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ 2py എന്ന് പറഞ്ഞാൽ അർത്ഥം സെയിം എനർജി ഉള്ള. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡീജനറേറ്റ് ഓർബിറ്റൽ അല്ലെ. ഡീജനറേറ്റ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? സെയിം എനർജിയാണ്. അതുകൊണ്ട് പൈ 2pxന് 1 കൊടുത്തു കഴിഞ്ഞാൽ 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ പൈ 2pxന് 1 കൊടുത്തു കഴിഞ്ഞാൽ പൈ 2pyക്ക് 1 കൊടുക്കണം. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഇലക്ട്രോൺ മാത്രമേ പെയറിങ് നടത്താവുള്ളൂ. ഇതൊക്കെ നമ്മൾ ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി ആ റൂൾ അനുസരിച്ച് തന്നെയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് പോകുന്നത്. അന്നേരം സെക്കൻഡ് പീരീഡിനകത്ത് ലിഥിയം തൊട്ട് നൈട്രജൻ വരെയുള്ള ഓർബിറ്റൽസിന്റെ എനർജിയാണ് നമ്മളിപ്പം കാണുന്നത്. ഇതിന്റെ മനസ്സിലോർക്കുക, ഇതാണ് ഓർഡർ എന്നുള്ളത്. ഇനി അടുത്ത സെക്കൻഡ് പീരീഡിനകത്ത് തന്നെ അടുത്ത എലമെന്റ്സ് ആണ് നൈട്രജൻ കഴിഞ്ഞിട്ടുള്ളത് ഓക്സിജൻ ആണ്. ഈ ഓക്സിജൻ മോളിക്കൂൾ തൊട്ട് ഫ്ലൂറിൻ വരെ ഉള്ള എനർജി ഓഫ് മോളിക്കുലാർ ഓർബിറ്റൽ ആണ് സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s. ഇവിടെ ഒരു വ്യത്യാസം ഇനി വരുന്നു, ശ്രദ്ധിക്കുക. സിഗ്മ സ്റ്റാർ 2s കഴിഞ്ഞിട്ട് സിഗ്മ 2pz ആണ്. അതിന്റെ സിമിട്രി വെച്ച് നമുക്ക് സിഗ്മ 2pzനെയാണ് ഇവിടെ എനർജി കുറവായിട്ട് വെച്ചിരിക്കുന്നത്, ഓക്സിജനേലും ഫ്ലൂറിനേലും. ശ്രദ്ധിക്കുക. എന്നാൽ നമ്മുടെ നൈട്രജൻ വരെ ഉണ്ടായിരുന്നത് സിഗ്മ സ്റ്റാർ 2x കഴിഞ്ഞിട്ട് പൈ 2px ആയിരുന്നു. ഇവിടെ ഓക്സിജനും ഫ്ലൂറിനേലും സിഗ്മ സ്റ്റാർ 2s കഴിഞ്ഞ് സിഗ്മ 2pz ആണ്. അതിന്റെ സിമിട്രി വെച്ചാണ് അത് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പൈ 2pxും പൈ 2pyക്കും എനർജി കൂടുതലായിട്ടുള്ളത്. ഇത് ഓർത്തിരിക്കുക. അന്നേരം ഇത് വെച്ചാണ് മോളിക്കുലാർ ഓർബിറ്റൽ
വരുമ്പോൾ ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യേണ്ടത്. ഓർത്തിരിക്കുക വ്യത്യാസം. നൈട്രജൻ വരെയുള്ള സെക്കൻഡ് പീരിയഡ് എലിമെന്റ്സിനകത്ത് സിഗ്മ സ്റ്റാർ 2s കഴിഞ്ഞിട്ട് പൈ 2px പൈ 2py വരുന്നത്. സെക്കൻഡ് പീരിയഡിനകത്ത് ഓക്സിജൻ തൊട്ട് ഫ്ലൂറിൻ വരെയുള്ളത് സിഗ്മ സ്റ്റാർ 2s കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന എനർജി എന്ന് പറയുന്നത് സിഗ്മ 2pz ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓക്സിജൻ മോളിക്കൂൾ ഒന്ന് നോക്കാം. അതിന്റെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കണം, അതിന്റെ മൈൻഡിസോം കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എന്താ എഴുതേണ്ടത്? 2 ഓക്സിജൻ ആറ്റം കൂടി ചേർന്ന O2 മോളിക്കൂൾ ഉണ്ടാവുകയാണ്. 2 O2 മോളിക്കൂളിനകത്ത് എത്ര ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വേണം? 16 ഇലക്ട്രോൺസ് വേണം. കാരണം ഒരു ഓക്സിജൻ ആറ്റത്തിനകത്ത് 8 ഇലക്ട്രോൺ ഉണ്ട്. 8 + 8 16 ഇലക്ട്രോൺ. നമുക്ക് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. അന്നേരം ഇതിനു വേണ്ടി എന്താ റീകോൾ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ പഠിച്ച ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റോമിക് മോളിക്കുലർ ഓർബിറ്റിൽ നമ്മൾ പഠിക്കണം. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ സ്റ്റാർ 2s2, സിഗ്മ സ്റ്റാർ 2s2 കഴിഞ്ഞോട്ടനെ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? സിഗ്മ സ്റ്റാർ 2s കഴിഞ്ഞ് നമ്മൾ കൊടുക്കേണ്ടത് സിഗ്മ 2pz, സിഗ്മ 2pz 2 ആണ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കാവുള്ളൂ? പൈ 2px പൈ 2py. നമുക്കിവിടെ അവസാനം വന്ന് നിറയുകയാണ് 1 ഇലക്ട്രോൺ, അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ്. പൈ സ്റ്റാർ 2px 1-നകത്തും പൈ സ്റ്റാർ 2py 1-നകത്തും കിട്ടുന്നത്. 14 ഇലക്ട്രോണും ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. ഇതിന്റെ ബോണ്ട് ഓർഡർ ഒന്ന് എടുക്കണം. ബോണ്ട് ഓർഡർ എടുക്കാൻ വേണ്ടി ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ മൈനസ് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺ. അതിനുവേണ്ടി നമ്മളൊന്ന് എണ്ണി നോക്കണം. ഇതിന്റെ ബോണ്ടിങ് ഇലക്ട്രോൺ ഇവിടെ 10 ആണുള്ളത്. 10 ബോണ്ടിങ് ഇലക്ട്രോൺ ഉണ്ട്. അതുപോലെ ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺ 6 ആണ്. ഹാഫ് ഇൻറ്റു 10 - 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. 2 ഓക്സിജൻ ആറ്റത്തിന്റെ ഇടയ്ക്ക് 2 ഡബിൾ ബോണ്ട് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിന് ബോണ്ട് ഓർഡർ 2 ആണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്കിവിടെ ഈ മോളിക്കുലാർ ഓർബിറ്റലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അനുസരിച്ച് ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്ന പൈ സ്റ്റാർ 2px 1 പൈ സ്റ്റാർ 2py 1 ആണ്. ഇവിടെ എന്താണ് കാണുന്നത്? അൺപെയ്ഡ് ഇലക്ട്രോൺ. ഓരോ ഇലക്ട്രോൺ ആണ് നിൽക്കുന്നത്. അതുകൊണ്ട് അത് പാരാമാഗ്നറ്റിക് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ഓക്സിജൻ മോളിക്കൂൾ എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് ആണ്. ഓക്സിജൻ മോളിക്കൂൾ പാരാമാഗ്നറ്റിക്. ഇനി നിങ്ങൾക്ക് O2 മൈനസ് എന്ന് പറഞ്ഞു വന്നാൽ എന്തായിരിക്കും അർത്ഥം? ഒരു അയോൺ വരുക, ആനയോൺ. O2 ഓക്സിജന്റെ ആനയോൺ O2 മൈനസ് വന്നാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഉടനെ തന്നെ നിങ്ങൾ ഇവിടെ ഒരു ഇലക്ട്രോണും കൂടെ ആഡ് ചെയ്താൽ മതി. അതായത് O2 മൈനസ് എന്ന് പറഞ്ഞ അർത്ഥം ഓക്സിജന്റെ കൂടെ ഒരു ഇലക്ട്രോൺ കിട്ടി. അന്നേരം ഇങ്ങനെ ഇടുക, ഒരു ഇലക്ട്രോൺ പൈ സ്റ്റാർ 2px 2 എന്ന് കൊടുക്കുക. ഇനി O2 2 മൈനസ് ആണെങ്കിൽ എന്താണ്? പൈ സ്റ്റാർ 2py 2 എന്ന് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഇനി O2 പ്ലസ് ആണെങ്കിലും കണ്ടുപിടിക്കാൻ സാധിക്കും. അന്നേരം ആദ്യം മോളിക്കുലാർ ഓർബിറ്റൽ എനർജിയുടെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിക്കുക. ഇപ്പം നമ്മൾ കണ്ട മോളിക്കുലാർ ഓക്സിജന്റെ ഓർബിറ്റ് ഡയഗ്രം വരച്ചാൽ എങ്ങനെ ഇരിക്കും എന്നാണ് നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ സിഗ്മ 2pz അങ്ങനെ അങ്ങ് പോകുന്നു. അന്നേരം ഇവിടെ നമുക്ക് അൺപെയ്ഡ് ആയിട്ടൊരു ഇലക്ട്രോൺ ആണ് കാണുന്നത്. അൺപെയ്ഡ് ആയിട്ടൊരു ഇലക്ട്രോൺ കൊണ്ടാണ് ഇത് പാരാമാഗ്നറ്റിക് എന്ന് പറയുന്നത്. 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ്, ബോണ്ട് ഓർഡർ 2. ആറ്റോമിക് ഓർബിറ്റിൽ കൂടിച്ചേർന്ന് O2 മോളിക്കൂൾ ഉണ്ടാകുന്നു. അന്നേരം ഇത്രയും നേരം നമ്മൾ പഠിച്ചത് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയാണ്. മോളിക്യൂൾസിന്റെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. മോളിക്കുലാർ ഓർബിറ്റൽ തിയറി അനുസരിച്ച് നമുക്ക് ബോണ്ടിങ്ങിനെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നു. ബോണ്ട് ഓർഡർ, അതിന്റെ മാഗ്നറ്റിക് നേച്ചർ എല്ലാം കണ്ടുപിടിക്കാൻ സാധിച്ചു. ഓക്കെ, ഇനി അടുത്തത് ഒരു ബോണ്ടിങ് തന്നെയാണ്. അതിന്റെ പേരാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. നമുക്കറിയാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ആറ്റം അല്ലെ. ആ ചെറിയ ആറ്റത്തിന് ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ട്. When hydrogen is bonded to a highly electronegative atom such as nitrogen, oxygen, fluorine. ഓർത്തിരിക്കുക, ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം ആരൊക്കെയാണ്? നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. ദ ബോണ്ടിങ് ഇലക്ട്രോൺ പെയർ ഇസ് നമുക്കിവിടെ കാണാം. ഇവിടെ ഹൈഡ്രജനും ഫ്ലൂറിനും ഒക്കെ ആയിട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ അതിന്റെ ഇലക്ട്രോൺ എല്ലാം അവിടെ ഒരു ബോണ്ടിങ് ഉണ്ടാകുന്നു. ഹൈഡ്രജനും ഫ്ലൂറിനും തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാകുന്നു. ഇതിനാണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ഈസ് ബോണ്ടഡ് ടു ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആറ്റം. നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിനുമായിട്ട് ആറ്റം കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ ഒരു എക്സ്ട്രാ ബോണ്ടിങ് ഉണ്ടാകുന്നതിനാണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈഡ്രജന്റെ ആ ആകൃതിയൊക്കെ വെച്ചാൽ ഹൈഡ്രജൻ ഹാസ് നോ ഇന്നർ ഷെൽ ഇലക്ട്രോൺ ആൻഡ് ഈസ് വെരി സ്മോൾ ഇൻ സൈസ്. ദ പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി ഡെവലപ്ഡ് ഈസ് ഹൈ.
The nucleus of hydrogen atom is exposed to attraction by nearby electron cloud, a lone pair electrons on the electronegative atom. ഇപ്പം നമ്മൾ ഹൈഡ്രജന് വളരെയധികം ഇഷ്ടമുള്ള 3 ആറ്റങ്ങളുടെ പേര് പറഞ്ഞു. ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ. ഇവർക്ക് പ്രത്യേകതയുണ്ട്. ഇവയ്ക്ക് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് തന്നെയാണ്. പിന്നെ എന്താണ് കൂടെ ഉള്ളത്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അതായത് ബോണ്ടിങ്ങിലൊന്നും ഏർപ്പെടാതെ ഇതിന് ചുറ്റും ഇഷ്ടംപോലെ ഇലക്ട്രോൺസ് നിൽക്കുന്നു. അതാണ് ലോൺ പെയർസ് എന്ന് പറയുന്നത്. അതിനോട് അങ്ങനെയുള്ളതും കൊണ്ട് കൂടിയാണ് നമ്മുടെ ഹൈഡ്രജന് ഒരു ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നുന്നത് ഇങ്ങനെയുള്ള ആറ്റത്തിനോട്. സ്ട്രോങ്ങർ പോളാർ അട്രാക്ഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. occurs only between hydrogen of one molecule and nitrogen, oxygen and fluorine of other. ഹൈഡ്രജൻ ബോണ്ട് ഇപ്പൊ H2O ആണ് ഈ കാണുന്ന. H2O ഒരു ഹൈഡ്രജൻ അടുത്ത H2O ഓക്സിജനുമായിട്ട് ഒരു ബോണ്ടിങ്, ഒരു ഡാഷ് കാണിച്ചിരിക്കുന്നതാണ്. അതാണ് ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജൻ is shared between oxygen, nitrogen and fluorine. Nitrogen, oxygen and fluorine, small atom with a strong nuclear charge. ഇവിടെ പ്രത്യേകതയാണ് സ്മോൾ ആറ്റം വിത്ത് സ്ട്രോങ് ന്യൂക്ലിയർ ചാർജ് ഉണ്ട്. വെരി ഹൈ ഇലക്ട്രോനെഗറ്റീവ് ആണ്. വേറെ ഒരു ക്വസ്റ്റ്യൻ വരുവാണ്. വൈ ഡു അമോണിയ H2O ആൻഡ് HF ഹാവ് അബ്നോർമലി ഹൈ ബോയിലിംഗ് പോയിന്റ്? ഇതിനകത്തെല്ലാം നമുക്ക് പൊതുവായിട്ട് കാണാമല്ലോ. ഇപ്പം നമ്മൾ പഠിച്ച ഹൈഡ്രജൻ ബോണ്ടിങ് അനുസരിച്ച് നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഫ്ലൂറിൻ ഉണ്ട്. ഇവയെല്ലാം ഹൈലി ബോയിലിംഗ് പോയിന്റ് കാണിക്കുന്നു. കാരണം nitrogen, oxygen and fluorine are highly electronegative atoms. Formation of intermolecular hydrogen bonds in their hydrates. Intermolecular hydrogen bonds are much stronger than van der Waals force. More energy is needed to break the hydrogen bonds in NH3, H2O and HF. നിങ്ങളുടെ മനസ്സിൽ വേണം, due to hydrogen bond. ഈ ഹൈഡ്രജൻ ബോണ്ടിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മളിവിടെ HF എന്ന് പറയുന്ന മോളിക്കൂള് 2 HF, അവിടുത്തെ ഒരു മോളിക്കൂളിനകത്ത് ഹൈഡ്രജൻ അടുത്ത മോളിക്കൂളിനകത്ത് ഫ്ലൂറിനുമായിട്ട് ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അതാണ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ 2 മോളിക്യൂൾസ്. അടുത്തത് വേറൊരു ബോണ്ടാണിത്. അവിടെ നമ്മുടെ ഈ ബോണ്ടിനകത്ത് മോളിക്കൂളിനകത്ത് ഹൈഡ്രജനും ഓക്സിജനും സെയിം മോളിക്കൂളിനകത്താണ്. അന്നേരം ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? ഓക്സിജനുമായിട്ടൊരു ബോണ്ട് ഉണ്ടാകുന്നു. ഇതും ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. പക്ഷെ ആ ബോണ്ടിന് പറയുന്ന പേരാണ് ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്. എന്നാൽ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ 2 ഡിഫറെന്റ് ആറ്റംസ് ഇൻ ദ സെയിം മോളിക്യൂൾ. ഓർത്തിരിക്കുക, ഹൈഡ്രജൻ ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ ദ സെയിം മോളിക്യൂൾ. ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് എങ്ങനെയായിരുന്നു? ഹൈഡ്രജൻ ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ 2 മോളിക്യൂൾസ്. ഓക്കെ, ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഈസ് സ്ട്രോങ്ങർ ദാൻ വാൻ ഡെർ വാൾസ് ഫോഴ്സ്. വാൻ ഡെർ വാൾസ് ഫോഴ്സ് എന്ന് പറയുന്നൊരു ഫോഴ്സും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെ അപേക്ഷിച്ച് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടാണ് സ്ട്രോങ്ങർ ആണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയെ പറ്റിയും ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ പറ്റിയും പഠിച്ചു. NCERT ടെക്സ്റ്റ് വായിക്കുക. അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണാൻ ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.